ഏജന്റ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകിയത് ജസ്റ്റിൻ ജോജിയാണ്. അത് ഇതിന് കൺഗ്രാറ്റ്സ്. ആദ്യം നമുക്ക് നാളത്തെ റോ എപ്പിസോഡ് എന്തൊക്കെ നടക്കുമെന്ന് നോക്കാം. അതിന് മുമ്പേ തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ എല്ലാവർക്കും ഉള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്ത് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നാളത്തെ റോ എപ്പിസോഡ് എന്തൊക്കെ കാര്യങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ട്രിസ്റ്റാറ്റസിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് ബെക്കി ലിഞ്ചിനെ അറ്റാക്ക് ചെയ്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ ലീറ്റെ ആരാണ് അറ്റാക്ക് ചെയ്തതിനെക്കുറിച്ചും എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ നമുക്ക് നാളെ ട്രിസ്റ്റാറ്റസിൻ്റെ കയ്യിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ബോബി ലാഷ്ലിയും അതുപോലെ തന്നെ ഓസ്റ്റിൻ തിയറിയും തമ്മിലുള്ള മാച്ച് ഉണ്ടെന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മിസും സെത്ത് തമ്മിൽ നാളെ ഒരു മാച്ച് ഉണ്ടാകും. എന്തായാലും സെത്ത് റോളിൻസ് ആരാധകർക്ക് സന്തോഷ വാർത്തയാണ്. കുറച്ച് ദിവസം സെത്ത് റോളിൻസിനെ കുറിച്ച് കുറച്ച് ബാഡ് അപ്ഡേറ്റ്സ് ഒക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ബാക്ക് ഓൺ വർക്ക്, അതായത് വീണ്ടും WWE തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നാളത്തെ റോ എപ്പിസോഡിൽ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ ഉണ്ടായിരിക്കും. അദ്ദേഹം ചിലപ്പോൾ എന്തുകൊണ്ടാണ് കോഡ് റോഡ്സിനെ അറ്റാക്ക് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടിയൊക്കെ തന്നെന്ന് വരാം. അതുപോലെ തന്നെ നാളെ കോഡ് റോഡ്സ് ഉണ്ടാവുമോ എന്ന കാര്യം സംശയമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കാണുമെന്ന് തന്നെയാണ്. കാരണം കോഡ് റോഡ്സ് ഇപ്പോൾ എല്ലാ WWE ഷോസും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ അദ്ദേഹം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൺഫേം ആയിട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ നാളത്തെ റോ എപ്പിസോഡിൽ എന്തായാലും ബ്രോക്ക് ലെസ്നർ ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊക്കെയാണ് നാളെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷിൻസുക്കെ നക്കമുറയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഷിൻസുക്കെ നക്കമുറയെക്കുറിച്ച് ഡച്ച് മാൻഡിൽ സ്മാക്ക് ടോക്ക് എന്ന പരിപാടിയിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വളരെ മോശമായ രീതിയിലാണ് നക്കമുറയെക്കുറിച്ച് ഡച്ച് മാൻഡിൽ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആ ഒരു സമയത്ത് ഫേമസ് ആകേണ്ട സൂപ്പർ സ്റ്റാർ ആണ് ഷിൻസുക്കെ നക്കമുറ. അതായത് അദ്ദേഹത്തിൻ്റെ WWE സ്റ്റാർട്ടിംഗ് സമയത്ത് ഫേമസ് ആകേണ്ട സൂപ്പർ സ്റ്റാർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും എന്തിനാണ് WWE കൊണ്ടുവന്നിരിക്കുന്നത്? അദ്ദേഹത്തെ WWE നിന്ന് എടുത്ത് കളയണമെന്നാണ് ഇപ്പോൾ ഡച്ച് മാൻഡിൽ പറയുന്നത്. അദ്ദേഹത്തിന് പകരം പുതിയതായിട്ട് വരുന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണമെന്നാണ് ഡച്ച് മാൻഡിൽ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഷിൻസുക്കെ നക്കമുറ WWE ഇപ്പോൾ റിട്ടേൺ ചെയ്യിപ്പിച്ചത് വളരെ മോശമായിട്ടുള്ള ഐഡിയ ആണെന്നും ഡച്ച് മാൻഡിൽ പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് ഈ ഒരു അവസരം കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും ഡച്ച് മാൻഡിൽ പറയുന്നുണ്ട്. എന്തായാലും ഡച്ച് മാൻഡിലിൻ്റെ ഈ ഒരു അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഷിൻസുക്കെ നക്കമുറ ഒരു ലെജൻഡറി സൂപ്പർ സ്റ്റാറാണ്. ജപ്പാനിലേക്ക് വളരെയധികം ലെജൻഡായിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. പക്ഷേ WWE മാത്രം, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വലിയ വിലയൊന്നും കൊടുക്കാത്തത്. സത്യം പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറിൽ ഒരാളാണ് ഷിൻസുക്കെ നക്കമുറ. ജപ്പാനിൽ നിന്ന് WWE ഒരു സൂപ്പർ സ്റ്റാറെ എടുക്കണമെങ്കിൽ അവർക്ക് അത്രത്തോളം കഴിവുണ്ടായിട്ട് തന്നെയായിരിക്കും അവർ എടുക്കുന്നത്. ഇപ്പോൾ WWE ജപ്പാനിൽ നിന്നുള്ള എല്ലാ സൂപ്പർ സ്റ്റാർസും വളരെയധികം കഴിവുള്ള സൂപ്പർ സ്റ്റാർസാണ്. പക്ഷേ നമ്മളെല്ലാവരും അവരെല്ലാം അണ്ടർ റേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം, അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനാണ് ഫൈറ്റിങ്ങിൽ കുറച്ചുകൂടെ മികച്ചത്. പക്ഷേ ആക്ടിങ്ങിൽ അവർ കുറച്ച് പിറകോട്ടാന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ അവസരങ്ങൾ WWE കിട്ടാത്തത്. അല്ലെങ്കിൽ ജപ്പാനുള്ളതെല്ലാം വളരെയധികം കഴിവുള്ള സൂപ്പർ സ്റ്റാർസാണ്. ഇപ്പോൾ നമുക്ക് പലരെയും എടുത്തു പറയാൻ പറ്റും. അത് നക്കമുറ ആണെങ്കിലും, അത് ഹിദിയോ ഇട്ടാമി എന്ന് പറയുന്നൊരു സൂപ്പർ സ്റ്റാർ നേരത്തെ NXT ഉണ്ടായിരുന്നു. അങ്ങനെ പല പല സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. അവർക്കൊന്നും WWE അവസരം കിട്ടാതെ പോവുകയായിരുന്നു. ഒരുപക്ഷെ അവർക്ക് അവസരങ്ങളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ WWE തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സ്റ്റാറൊക്കെ അവർക്കായി മാറായിരുന്നു. നക്കമുറ ഈ രീതിയിൽ ഡച്ച് മാൻഡിൽ താഴ്ത്തി സംസാരിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രേ വൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബ്രേ വൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ലേ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും എപ്പോഴും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു അപ്ഡേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് WWE ബാക്ക് സ്റ്റേജിലുള്ള ആർക്കും തന്നെ അറിയില്ല ബ്രേ വൈറ്റ് എന്തുകൊണ്ടാണ് WWE നിന്ന് മാറി നിൽക്കുന്നത്, എപ്പോൾ അദ്ദേഹം വീണ്ടും WWEക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കും തന്നെ അറിയത്തില്ല. എന്തായാലും നമുക്ക് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം. ബ്രേ വൈറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് WWE നിന്ന് മാറി നിൽക്കുന്നത്. ഇനി അദ്ദേഹം തന്നെ വിചാരിക്കണം WWEക്ക് റിട്ടേൺ ചെയ്യാനും. ഒരു സ്റ്റോറി ലൈൻ ചെയ്തിട്ട് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോയത് വളരെയധികം മോശമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്രയധികം സ്പേസ് ട്രിപ്പിൾ എച്ച് ബ്രേ വൈറ്റിന് കൊടുത്തിരുന്നു. പക്ഷേ അതുപോലും ബ്രേ വൈറ്റിന് മുതലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അവിടേക്ക് തന്ന സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ലാഗായിരുന്നു. നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രത്തോളം ലാഗ്. ഒരുപക്ഷെ ട്രിപ്പിൾ എച്ചിന് പകരം വിൻസ് മിക്മാൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലാഗ് ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് പെട്ടെന്ന് സംഭവങ്ങളൊക്കെ നടക്കണം. എന്തായാലും ഈ ഒരു ഇത്രയും ലാഗ് വരുത്തിയിട്ട് പോലും ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൽ തന്നെ ബ്രേ വൈറ്റ് മാറി നിൽക്കുന്നു. എന്ത് പറയാനാണ്, നമുക്ക് ഒരു വീഡിയോയും കിട്ടുന്നില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയധികം സ്പേസും ഇത്ര വലിയ സ്റ്റോറി ലൈനൊന്നും കെയിന് WWE കൊടുത്തിട്ടേ ഇല്ല. എന്നിട്ട് ഇപ്പോൾ ലോകം അറിയുന്നതും അതുപോലെ തന്നെ WWE ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു സൂപ്പർ സ്റ്റാറാണ് കെയിന്. അപ്പോൾ അദ്ദേഹത്തെ വെച്ചൊന്നും കമ്പയർ ചെയ്യുമ്പോൾ ബ്രേ വൈറ്റ് അല്ലെങ്കിൽ വീണ്ടൊന്നും ഒന്നുമില്ല. ഇത്രയൊക്കെ സ്റ്റോറി ലൈനും ഇത്രയൊക്കെ സ്പേസ് കൊടുത്തിട്ട് ഏതാണ്ട് കോപ്പും ഭയങ്കര ക്രിയേറ്റീവ് ഐഡിയ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പൊക്കി ഇപ്പോൾ ബ്രേ വൈറ്റിന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്.
എന്തായാലും ബ്രേവ് വൈറ്റിൻ്റെ ഈ ഒരു പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കെയിനെയും ബ്രേവ് വൈറ്റിനെയും കമ്പയർ ചെയ്തത് ഇവർ ഒരു ക്യാരക്ടർ ഏതാണ്ടൊക്കെ ഒരുപോലെ ആയതുകൊണ്ടാണ്. ഒരുപോലെ മാത്രമേ ഉള്ളൂ, കെയിൻ തന്നെയാണ് മികച്ചത്. ബ്രേവ് വൈറ്റ് ഒന്നും 7 അയിലത്ത് കെയിനെ വരുത്തില്ല. കെയിൻ നമ്മളെ പേടിപ്പിച്ചിരുന്ന രീതിയും അതായത് കുട്ടികളെ പേടിപ്പിച്ചിരുന്ന രീതിയുടെ ഒന്നും 7 അയിലത്ത് ബ്രേവ് വൈറ്റ് വീണ്ടും ഒന്നും വരുത്തില്ല. അത് വേറെ കാര്യം. എന്തായാലും ഈ ഒരു കമ്പാരിസൺ ഒന്നും വന്നതല്ല, ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ബ്രേവ് വൈറ്റ് WWE വരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെയാണ്. ഇനി ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല, കാരണം എനിക്ക് ബ്രേവ് വൈറ്റിനുള്ള ആ ഒരു ഇതൊക്കെ പോയി. കാരണം അദ്ദേഹം എന്താണ് WWE ചെയ്യുന്നതെന്ന് എനിക്ക് ഞാനൊരു പിടി കിട്ടുന്നില്ല. കാരണം അദ്ദേഹത്തിന് തോന്നുമ്പം പോകുന്നു, തോന്നുമ്പം വരുന്നു. ഇത് വളരെയ്ക്കാൻ പറ്റണമൊന്നുമല്ല. അദ്ദേഹത്തിന് ഏതാണ്ട് ക്രിയേറ്റീവ് ഐഡിയ, ബുദ്ധിയും കോപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും അദ്ദേഹത്തിന് മുന്നിൽ താന്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോകുന്നെങ്കിൽ പോട്ടെ, AEW പോട്ടെ, എവിടെയെങ്കിലും പോട്ടെ. എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റെയും ബ്ലഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അതായത് നാളത്തെ റോ എപ്പിസോഡിൽ ചിലപ്പോൾ ബ്ലഡ് ലൈൻ ജഡ്ജ്മെൻ്റെയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് ജഡ്ജ്മെൻ്റെയും അതുപോലെ തന്നെ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഫ്യൂഡ് നേരത്തെ തുടങ്ങുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ അത് വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ജഡ്ജ്മെൻ്റെയും അതുപോലെ തന്നെ ബ്ലഡ് ലൈനും ഏറ്റുമുട്ടുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. കാരണം ഇപ്പോൾ WWE ഏറ്റവും മികച്ച 2 ഫാക്ഷൻസാണ് ജഡ്ജ്മെൻ്റെയും അതുപോലെ തന്നെ ബ്ലഡ് ലൈനും. എന്തായാലും ഇവരുടെ ആ ഒരു ഫ്യൂഡിന് അടുത്ത റോ എപ്പിസോഡിൽ ചിലപ്പോൾ തുടക്കം കുറിച്ചെന്ന് വരാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാഡ് ക്യാപ് മോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്കറിയാം മാഡ് ക്യാപ് മോസ് WWE ഒരു ഫേസ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ്. എങ്കിലും ഇപ്പോൾ അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടർ ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് മാഡ് ക്യാപ് മോസ് ഷിൻസുക്കെ നക്കമുറയുമായിട്ട് പരാജയപ്പെടുന്നത്. എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന് പോകുന്ന രീതി അത്ര ശരിയല്ല. കൂൾ മാസ്റ്റൊക്കെ അദ്ദേഹം പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹീൽ ക്യാരക്ടർ ആവാനുള്ള ചാൻസും വളരെയധികം കൂളാണ്. കൂടാതെ എമയും, അതായത് അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടായ എമയും ഈ ഒരു ഹീൽ ക്യാരക്ടറിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്.